കൂടി വന്ന എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ പുതിയൊരു ആനന്ദം കൊണ്ട് നമ്മെ ഓരോ ദിവസവും അവിടുന്ന് നടത്തുന്നു. ഓരോ ദിവസവും ദൈവിക സന്ദേശങ്ങൾ കേൾക്കാൻ, എനിക്ക് നിങ്ങളോട് പറയാൻ, നമുക്കിതൊക്കെ പഠിക്കാൻ, മനസ്സിലാക്കാൻ കർത്താവ് നമുക്ക് തരുന്ന ഈ നല്ല അവസരത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് സ്വീകരിക്കാം. എന്തിനാ ദൈവത്തിൻ്റെ വചനം എല്ലാ ദിവസവും ഈ കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും സ്ഥിരതയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരതയുള്ള ഒരു ജോലിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്ഥിരതയുള്ള വരുമാനമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സ്ഥിരതയുള്ള ഒരു വീടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്ഥിരതയുള്ള ഒരു സഭയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതവും സ്ഥിരതയുള്ളതായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എസ്പെഷ്യലി പൗലോസ്ലീഹ തൻ്റെ നിജപുത്രനാകുന്ന തിമോത്തിയോസിനോട് പറയുന്നു, നീ അധ്വാനിക്കുന്നതെല്ലാം നീ സ്ഥിരതയോടെ നിന്ന് നീ അത് അനുഭവിക്കണം. നീ അധ്വാനിക്കുന്നതിൻ്റെ ഫലം നീ അനുഭവിക്കണമെങ്കിൽ നിനക്ക് സ്ഥിരതയുള്ള ഒരാത്മീയ ജീവിതം വേണം. ഇന്ന് ഈ സന്ദേശത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്നതും അതിനായി ഞാൻ പരിശുദ്ധാത്മ സന്നിധിയിൽ ശരണപ്പെടുന്നതും ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക. സ്ഥിരതയുള്ള ഒരു ആത്മീയ ജീവിതം, സ്ഥിരതയുള്ള ലക്ഷ്യം തെറ്റാത്ത ഒരു പ്രവൃത്തിക്കുടമയായി നാം മാറുക. ലക്ഷ്യം തെറ്റാത്ത ഒരു പ്രവൃത്തിക്കുടമയായി നാം മാറുക എന്നുള്ളതാണ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിനകത്ത് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു എന്നും അതിലൊരുവൻ അപ്പൻ്റെ വസ്തുവകയെല്ലാം വാങ്ങി ദൂരദേശത്തേക്ക് പോയിക്കളഞ്ഞ ചരിത്രം എല്ലാ ദൈവമക്കൾക്കും അറിയാം. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം വായിക്കുന്നില്ല. ഒരു വാക്യം മാത്രം നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ എടുത്തിട്ട് അതിനകത്തുനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ പരിശുദ്ധാത്മാവിൽ ശരണപ്പെടുന്നു. എന്തായാലും ഇന്നത്തെ ഈ സന്ദേശത്തിനകത്ത് എന്ത് നടക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, നിന്നെ ലക്ഷ്യം തെറ്റിക്കുന്ന ചിലതിൻ്റെ ശക്തിയെ നീ ജയിക്കും. നിന്നെ ലക്ഷ്യം തെറ്റിക്കുന്ന, നിൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കുന്ന, ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷ്യം തെറ്റിക്കുന്ന ആ സ്പിരിച്വൽ പവർ നിങ്ങളിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന സകലതും ഇന്ന് പരിശുദ്ധാത്മാവിൽ ഡീൽ ചെയ്യാൻ ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. എന്നെ ചിന്തിപ്പിച്ച വാക്ക് ഏതാണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. വേഗം, 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 വേഗം. മോനെ, നീ ഈ വാക്യം പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അല്പസ്വല്പമൊക്കെ ഹെഡ് വെയിറ്റ് കാണിക്കാൻ ന്യായമായിട്ട് അവകാശമുള്ള ഒരപ്പനാണിത്. കാരണം അപ്പൻ അങ്ങനെ ഈ മകനെ വളർത്തി, അതുപോലെ സ്നേഹിച്ചു, അതുപോലെ വിശ്വസിച്ചു, അതുപോലെ ഇവൻ ചോദിച്ചതെല്ലാം കൊടുത്തു. പക്ഷെ അപ്പൻ്റെ നിന്ന് മേടിച്ചേച്ച് അവൻ തന്നിഷ്ടപ്രകാരം പോയി. പക്ഷേ ഈ മകനൊരു മാനസാന്തരം വന്ന് അവൻ മടങ്ങി വന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കുത്തുവാക്കോടുകൂടെ എല്ലാവരും, അല്ലെങ്കിൽ ചിരിച്ച മുഖത്തോടെ ഒരു കുത്തുവാക്കെങ്കിലും പറഞ്ഞ് സാധാരണ മനുഷ്യർ ഒരു മടങ്ങി വന്നവനെ സ്വീകരിക്കാറുള്ളൂ. എന്തെങ്കിലും ഒരു ഡോസ് കൊടുക്കണമല്ലോ എന്നോർത്ത് കൊടുത്തേ സ്വീകരിക്കാറുള്ളൂ. പക്ഷേ ഈ മകൻ വന്ന് തൻ്റെ തെറ്റിനെ ബോധ്യപ്പെട്ടു. ഞാൻ സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു, എന്നെ ഇനി മകൻ്റെ സ്ഥാനത്ത് കാണണ്ട, ഞാൻ കൂലിക്കാരിൽ ഒരുവനായി ഞാൻ ഇരുന്നോളാം, എന്നെ കൈക്കൊള്ളണമേ എന്ന് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അന്നേരം തന്നെ ദാസന്മാരോട് പറഞ്ഞത്, വേഗം, വേഗം, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പിൻ. ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ നിൽക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ സ്ഥിരതയോടെ ഒരു വ്യക്തി നിൽക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. എന്നാൽ പലപ്പോഴും പല വീഴ്ചകൾക്കകത്തും താഴ്ചകൾക്കകത്തും മനുഷ്യൻ ആഗ്രഹിക്കാതെ തന്നെ വീണു പോകുകയും പോയതിന് ശേഷം പിന്നീട് ഒരു ഉൾക്കുത്തുണ്ടായിട്ട്
കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതിന് പകരം ആ ഒരു ഗിൽട്ട് കാരണം പിന്നെയും മനുഷ്യൻ അകന്നകന്ന് ഞാൻ എങ്ങനെ ദൈവസന്നിധിയിൽ പോകും, ഞാൻ ഇനി എങ്ങനെ നിൽക്കും, എൻ്റെ കുറ്റം കൊണ്ടാണോ കറവ് കൊണ്ടാണോ, ഇനി എൻ്റെ മേൽ കർത്താവ് കരുണ ചൊരിയത്തില്ലേ, ഇനി എന്നെ ദൈവം ഉപയോഗിക്കത്തില്ല, ഇങ്ങനത്തെ ചിന്ത ഹൃദയത്തിനകത്ത് കൊണ്ടുവന്ന് അകന്നകന്ന് പോകുകയാണ് പതിവ്. അല്ല, അകറ്റിക്കൊണ്ടു പോകുന്നതാണ് സാത്താൻ്റെ തന്ത്രം. എന്നാൽ ഈ മനുഷ്യൻ, അവന് കടന്നു ചെല്ലാൻ മറ്റൊരു ഭവനമില്ലെന്നും ഈ ഭൂമിയിൽ അവനെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടെന്നും തിരിച്ചറിഞ്ഞത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ആയി മാറി. അവൻ എന്ത് ബുദ്ധി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും ഓക്കെ, ഏത് ബുദ്ധി അവനെ ബുദ്ധി ബന്ധിച്ചു എന്നോ, പിശാചി കൊണ്ടുപോയെന്നോ, പിശാച് അവനെ തകർത്തുവെന്നോ, നശിപ്പിച്ചു എന്നോ, ഇതെല്ലാം പൈശാചിക പദ്ധതിയാണെന്നോ എങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. ഞാൻ ആ വാക്കിനൊന്നും എതിരുമല്ല. പക്ഷേ ഒരു ബുദ്ധി ദൈവം ഇവനെ റൈറ്റ് ടൈമിൽ ഓപ്പൺ ആക്കി കൊടുത്തു. എന്നാണെന്നറിയാവോ? എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, എനിക്ക് വേണ്ടി ഗേറ്റ് അടയ്ക്കാതിരിക്കുന്ന ഒരു ഭവനമുണ്ട്. കമോൺ, എന്നെ കാത്തിരിക്കുന്ന ഒരു പിതാവുണ്ട്, എനിക്ക് വേണ്ടി ഗേറ്റ് അടച്ചിടാതെ തുറന്നു തന്നെ കിടക്കുന്ന ഒരു ഭവനമുണ്ട്. ഇന്ന് ഞാൻ ആത്മാവിൽ താങ്കളോട് പറയുകയാണ്, ഈ ഭൂമിയിൽ എവിടുന്ന് നമ്മളെ ഇറക്കി വിട്ടാലും എനിക്ക് കയറി ചെല്ലാൻ ഒരിടം ഇന്നും ഉണ്ട്. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഈ ഭൂമിയിൽ ആരുടെയൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് ധൈര്യമായി അപ്പ എന്ന് പറഞ്ഞ് കടന്നു ചെല്ലാൻ എനിക്കൊരിടമുണ്ട്. ഏത് ഭവനത്തിൽ ഇനി നീ ഇവിടെ കാല് കുത്തിപ്പോകരുതെന്ന് പറഞ്ഞാലും, ഇനി നിനക്കിവിടെ ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞാലും, അവകാശത്തോടെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് കയറി ചെല്ലാൻ എനിക്കും നിങ്ങൾക്കും ഒരിടമുണ്ട്. ഈ ബൈബിളിൽ ഉപമാരൂപത്തിൽ യേശു കർത്താവ് പറയുന്ന ഈ ഒരു ഉപമ നിശ്ചയമായിട്ടും ഇതൊരു സ്വർഗീയ പിതാവും ഈ ഭവനം അവൻ വസിക്കുന്ന ഇടവും ഈ മകൻ നമ്മൾ ഓരോരുത്തരും ഈ അങ്കി ദൈവത്തിന്റെ പുതിയ സാന്നിധ്യവുമാണ്. Amen. Amen. Hallelujah. അപ്പൻ്റെ അടുത്ത് വന്ന് ചെയ്തു പോയ തെറ്റുകളെ എല്ലാം ഏറ്റു പറഞ്ഞത് തന്നെ ഒരു പുതിയ തുടക്കമാണ്, ഒരു പുതിയ തുടക്കമാണ്. ലിസൺ മീ, സ്ഥിരതയുള്ള, ലക്ഷ്യം തെറ്റാത്ത, സ്ഥിരതയുള്ള ഒരു ആത്മീയ ജീവിതത്തിന്, ഒരു ആത്മീയ പുരോഗതിക്ക്, ഒരു ജീവിത പുരോഗതിക്ക്, ഒരു ഭൗതിക പുരോഗതിക്ക്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ എങ്ങനെ ഒരു പുതിയ ആരംഭം കുറിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കിതെല്ലാം ഒന്ന് മാറ്റിയിട്ട് എനിക്കൊരു പുതിയ ആത്മീയ ജീവിതം ആരംഭിക്കണം, എനിക്കിനി മറ്റൊന്നിലേക്ക് ഞാൻ ഡിസ്ട്രാക്റ്റ് ആയി പോകാതെ എനിക്ക് കർത്താവിൽ മാത്രം എനിക്ക് നിറഞ്ഞു ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ദൈവമക്കൾ ഇതിനകത്തുണ്ടെന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. സോ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവമക്കളെ, അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും കൂടെ പോയി നിങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങണ്ട, ഒന്നും കൂടെ നിങ്ങൾ ആരോടും പോയി നിങ്ങൾ ഒരു തെറ്റും ഏറ്റു പറയണ്ട. ഒറ്റ കാര്യം മാത്രം, ഒരു പുതിയ തുടക്കം കുറിക്കുക. ഈ മകനെ സംബന്ധിച്ച് അവനൊരു പുതിയ തുടക്കം കുറിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നെ എവിടെയും ഉപമകളിൽ ഇവൻ തെറ്റിപ്പോയെന്നോ, ഇവൻ തകർന്നു പോയെന്നോ, ഇവൻ നശിച്ചു പോയെന്നോ, ഇവ വീണ്ടും പിഴച്ചു പോയെന്നോ ഒന്നും പറയുന്നില്ല. ഒരു പുതിയ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ നിന്റെ മേൽ ഒരു പുതിയ അങ്കി ദൈവം ധരിപ്പിക്കും. ആമേൻ. ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുകയാണെങ്കിൽ നിന്റെ മേലൊരു പുതിയ അങ്കി ദൈവം ധരിപ്പിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി, അവൻ ധരിച്ചിരുന്ന വസ്ത്രമല്ല, അവൻ ഉടുത്തിരുന്ന വസ്ത്രമല്ല, മേൽത്തരമായത്, വേഗം ഒരു അങ്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ സംഭവിക്കും, കൊണ്ടുവരും. പക്ഷെ ആ വാക്ക് ശ്രദ്ധിക്കുക, വേഗം മേൽത്തരമായ അങ്കി. ഒരു പുതിയ തുടക്കം കുറിക്കുമ്പോൾ വീണ്ടും 0 to 1 2 3 അങ്ങനെ പോവല്ല ചെയ്യുന്നത്. നീ എപ്പോ തെറ്റുകൾ തിരിച്ചറിഞ്ഞ ദൈവസന്നിധിയിൽ നിങ്ങൾ മടങ്ങി വരുന്നോ, ആ സെക്കൻഡിൽ നിന്റെ മേൽ കുറഞ്ഞ അഭിഷേകമല്ല, മേൽത്തരമായ ഒരു പുതപ്പ ദൈവം നിന്റെ മേലിടുന്നത്. ഇതാണ് ആവശ്യം. നീ തെറ്റിപ്പോകാൻ കാരണം നീ അങ്കിയുടെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നിന്റെ മേൽ പുതച്ചിരിക്കുന്നത് എന്ത് വസ്ത്രമാണെന്ന് അറിയാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. നീ തെറ്റിപ്പോകാനും മറ്റ് രാജ്യങ്ങളിലേക്ക് നീ ചേക്കേറാനും കാരണം നീ നിൽക്കുന്ന രാജ്യത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ട്, ദൈവരാജ്യത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ്. ലക്ഷ്യം തെറ്റാതെ ഒരു സ്ഥിരതയുള്ള ഒരാത്മീയ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, സ്ഥിരതയുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ, സ്ഥിരതയുള്ളൊരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ആദ്യം ഈ മകനെ പോലെ ഒരു പുതിയ തുടക്കം കുറിക്കുക. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനം പറയുന്നു, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല,
ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. 2, ശിക്ഷണം ലഭിച്ചവർ ആയിരിക്കുക, അല്ലെങ്കിൽ അച്ചടക്കമുള്ളവരായിരിക്കുക. ക്രിസ്തീയ അച്ചടക്കത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കുക. ലക്ഷ്യം തെറ്റാൻ പാടില്ലേ? അച്ചടക്കം വേണം. സ്ഥിരതയോടെയുള്ള ഒരു വളർച്ചയ്ക്ക് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? ശിക്ഷണം ലഭിക്കണം. ദൈവത്താൽ ശിക്ഷണം ലഭിച്ച വ്യക്തികൾക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ സ്ഥാനഭംഗം വരാതെ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. യേശുവിൻ്റെ അച്ചടക്കത്തിൽ ഞാൻ എപ്പോഴും എല്ലാ മെസ്സേജിനകത്തും ഞാൻ അതിങ്ങനെ കണക്ട് ചെയ്യുന്നത് എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് റെഗുലർ പ്രെയർ ലൈഫ്. നമുക്കെല്ലാവർക്കും പറ്റുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നോക്കണം. റെഗുലറായിട്ട് നിങ്ങൾ ആ സമയം ശ്രദ്ധിക്കണം. കൃത്യം രാവിലെ കർത്താവ് മല കയറിയിരിക്കും. നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാ? സമയം കിട്ടുമ്പോൾ, ഇനിയിപ്പോൾ ഇന്ന് രാവിലെ പറ്റിയില്ലെങ്കിൽ 24 മണിക്കൂർ ഉണ്ടല്ലോ എന്നൊക്കെ ആശ്വസിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു സമയം പോയി ജസ്റ്റ് ഒന്ന് തല കാണിച്ചും വരുന്ന ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. പക്ഷേ അച്ചടക്കത്തിൽ ആദ്യത്തെ അച്ചടക്കമാണ് കോൺസ്റ്റന്റ് പ്രെയർ ലൈഫ്. പറഞ്ഞേ, കോൺസ്റ്റന്റ് പ്രെയർ ലൈഫ്. നമുക്ക് കൺസിസ്റ്റൻസി വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രെയർ ലൈഫിലാണ്. അവിടെ മുതലേ പിന്നെ നമ്മൾ ഏതൊരു കാര്യത്തിനകത്തും നമുക്കൊരു തുടർച്ചയുള്ളൂ. ഏതൊരു കാര്യത്തിനകത്തും നമുക്കൊരു തുടർച്ചയുള്ളൂ. ആത്മീയ ജീവിതത്തിനകത്ത് ഭംഗം വരാനുള്ള കാരണം മറ്റ് പല അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾക്കകത്ത് വീഴ്ച വരുന്നത് കൊണ്ടാണ്. പൗലോസ് തൻ്റെ തിമോത്തിയോസിനോട് ഇത്രയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. താനൊരു ശുശ്രൂഷയ്ക്കായി വിളിക്കപ്പെട്ട വ്യക്തിയാണ്. തന്നെ ക്രിസ്തുവിൽ പണിതെടുക്കുന്ന ഒരു സ്പിരിച്വൽ ഫാദറും കൂടെയാണ്. വീണ്ടും ഇത് പറയേണ്ട കാര്യമുണ്ടോ? ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല കേട്ടോ, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണെന്നൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? താൻ ശിക്ഷണത്തിന് വിധേയനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കാരണം എന്താ പറയുക? നിന്നിലൊരാത്മാവുണ്ട് തിമോത്തി, നിന്നിലൊരാത്മാവുണ്ട്. സോ നീ നിന്റെ ഗൈഡൻസിലല്ല നീ ഈ മിനിസ്ട്രി ചെയ്യേണ്ടത്, ശുശ്രൂഷ ചെയ്യേണ്ടത്. അനുദിനം ശിക്ഷണത്തിനായി ആ ആത്മാവിനെ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം, ഉദ്ദേശം. ദൈവം നിനക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അത് ഭൂതങ്ങളെ പുറത്താക്കാനുള്ളതല്ല. മാത്രമല്ല, തിമോത്തി, നിനക്ക് ദൈവം ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അത് രോഗികൾ വരുമ്പോൾ അവരെ സൗഖ്യമാക്കിയിട്ട് നീ സന്തോഷിക്കാനുള്ളതല്ല. തിമോത്തി, ദൈവം നിനക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അത് കേവലം 10 പേര് കൂടുന്ന ഒരു സഭയല്ല. മാത്രമല്ല, പിന്നെന്താ? തിമോത്തി, ദൈവം നിനക്കൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്നു. അത് അവിടുത്തെ തന്നെ ആത്മാവിൽ നിന്നൊരു പങ്കാണ് തന്നിരിക്കുന്നത്. സോ അത് കേട്ടിട്ട് ആമേൻ പറഞ്ഞു നിർത്തണോ? അല്ല. എന്തിനാ ആത്മാവിനെ നിനക്ക് തന്നു എന്ന് പറഞ്ഞത്? 1, തന്നതിനെ നീ കൈമോശം വരുത്തരുത്. 2, തന്നതിനെ നീ ബഹുമാനിക്കാതിരിക്കരുത്. 3, തന്നതിനെ നീ നന്ദിയില്ലാത്തവനാകരുത്. 4, തന്നതുമായി നിനക്കൊരു അസോസിയേഷൻ ഇല്ലാതിരിക്കരുത്. സോ തിമോത്തിയോസ് എന്ത് ചെയ്യണമെന്നാ പൗലോസ് ആവശ്യപ്പെടുന്നത്? ശിക്ഷണത്തിന് വിധേയനാകണം. BTH പഠിച്ചു നേരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, MD എടുത്തു നേരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, MTH എടുത്തു നേരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി, ഡോക്ടറേറ്റ് എടുത്ത് നേരെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ആ ക്വാളിറ്റിയെ കുറിച്ചല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ശിക്ഷണം എന്ന് പറയുന്നത് അനുദിനം സംഭവിക്കേണ്ട ഒന്നാണ്. തിമോത്തിയോസിന് കൊടുത്ത പരിശുദ്ധ ആത്മാവിന്റെ കയ്യിലേക്ക് വിട്ടുകൊടുത്തുള്ള ശുശ്രൂഷയും ജീവിതവുമായിരിക്കണം തിമോത്തി എല്ലാ ദിവസവും നീ അനുഷ്ഠിക്കേണ്ടത് എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തെ, ഇതേ ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നത്. തിമോത്തിയോസിന്റെ ഉള്ളിൽ കൊടുത്ത അതേ ആത്മാവിനെ തന്നെയാണ് നിങ്ങളുടെയും ഉള്ളിൽ തന്നിരിക്കുന്നത്. അതേ ആത്മാവിനെ തന്നെയാണ് നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കും കൊടുക്കുന്നത്. അതേ ആത്മാവിനെ തന്നെയാണ് എനിക്കും തന്നിരിക്കുന്നത്. പക്ഷേ തിമോത്തിയോസ്
പത്രോസ് തുടങ്ങിയ അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ശിഷ്യന്മാർ, കർത്താവിനെ അറിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കൾ എല്ലാവരും ഈ സ്പിരിറ്റിനെ ഹോണർ ചെയ്തതുപോലെ നാമും ഹോണർ ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. ഈ സ്പിരിറ്റിനെ ഞാൻ ബഹുമാനിച്ചാലേ ഭീതി വരേണ്ട അല്ലെങ്കിൽ ഭീരുത്വത്തോടെ തിരിഞ്ഞോടേണ്ട സന്ദർഭത്തിൽ ഈ സ്പിരിറ്റ് നിന്റെ ലൈഫിൽ പ്രവർത്തിച്ചു തുടങ്ങത്തുള്ളൂ. ഈ സ്പിരിറ്റുമായി ഒരു അസോസിയേഷൻ നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബുദ്ധിയെ ബന്ധിക്കുന്ന ദുർശക്തികളുടെ മധ്യത്തിൽ നിന്ന് എനിക്ക് സുബോധത്തോടെ പുറത്തു വരുവാനായി കഴിയത്തുള്ളൂ. ആമേൻ. ഈ സ്പിരിറ്റുമായി ഞാൻ അസോസിയേഷനിലാണെങ്കിൽ മാത്രമേ വ്യാജം വെടിഞ്ഞ് സത്യത്തിന്റെ ആത്മാവിൽ എന്നെ വിളിച്ച വേലയിൽ എനിക്ക് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പറഞ്ഞത്, സഭയിൽ ഇന്ന് 10, നാളെ 100, മറ്റന്നാൾ 1000 ആകുമ്പോൾ നിന്റെ ശുശ്രൂഷയുടെ സ്റ്റൈല് മാറരുത്. ദൈവം നിനക്ക് തന്നേക്കുന്നത് ഈ 1000-നകത്ത് അടുത്ത ദിവസം 10 പേർ നിനക്ക് പ്രതികൂലമായിട്ട് എഴുന്നേക്കും. ഓ ആമേൻ. ഏതോ കർത്തൃദാസന്മാർ എന്നെ ഈ സെക്കൻഡിൽ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ മെസ്സേജിൽ ഏതോ ഒരു ദൈവമക്കൾക്ക്, ഏതോ ദൈവദാസന്, ഏതോ ദൈവദാസിക്കുള്ള ദൂതുണ്ട്. സഭ തുടങ്ങിയ സമയം 10, ഇന്നൊരു പക്ഷെ 100, 200 അല്ലെ 50, 60 പേർ നിന്റെ സഭയിലുണ്ടാകും. സഭ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് തന്ന ആത്മാവ് ഇപ്പോൾ നിങ്ങളിൽ കുറഞ്ഞിട്ടില്ല, വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് 100ന്റെ ഇടയിൽ ഒരു 10 നിങ്ങൾക്ക് പ്രതികൂലമായി എഴുന്നേറ്റ് സംസാരിച്ചാൽ, ഇന്ന് 100ന്റെ ഇടയിൽ നിന്ന് ഒരു 5 നിങ്ങൾക്ക് പ്രതികൂലമായി സഭയ്ക്ക് വിരോധമായി സംസാരിച്ചാൽ, ഉടനെ ഞാൻ എന്ത് ചെയ്യും, ഈ വേലയ്ക്ക് ഞാൻ ഇറങ്ങണ്ടായിരുന്നു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ കർത്തൃദാസനോട്, ആ കർത്തൃദാസിയോട്, ആ കുടുംബത്തോട്, പ്രിയപ്പെട്ടവരോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം തന്നിരിക്കുന്നത്. കാരണം എന്താ? നമ്മൾ ഓർക്കണം, നമുക്ക് തന്നിരിക്കുന്നത്, നമ്മളെപ്പോഴും ഗിഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് മിനിസ്റ്റർ ചെയ്യുന്നവരാണ്. എന്നാൽ സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ട് മിനിസ്റ്റർ ചെയ്യണം. മനസ്സിലായോ? ഗിഫ്റ്റ് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ മിനിസ്ട്രി ഫോക്കസ് ചെയ്യുന്നു, എന്നാൽ സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ട് മിനിസ്ട്രി ഫോക്കസ് ചെയ്യണം. സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അതിനിടയിൽ എല്ലാ ഗിഫ്റ്റുകളും വന്നോളൂ. ആമേൻ. എല്ലാ ഗിഫ്റ്റുകളും വന്നോണം. നിങ്ങളും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു, വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. റിസൾട്ട് നമ്മുടെ അവകാശമാണ്. നമ്മൾ റിസൾട്ടിന് വേണ്ടി യാചിക്കുകയാണ്, എന്നാൽ റിസൾട്ട് നമ്മുടെ അവകാശമാണ്. നിങ്ങൾ എക്സാമിന് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു, നിങ്ങൾ ആൻസർ ഷീറ്റിൽ ആൻസർ ഒക്കെ എഴുതി, എന്നിട്ട് നിങ്ങൾ വീട്ടിൽ വന്നിരുന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ ക്ലാസ് ടീച്ചറെ വിളിക്കുമോ? പേപ്പർ നോക്കിയോ? പേപ്പർ നോക്കണേ. ഇല്ല മോനെ, നീ എക്സാം എഴുതിയിട്ടുണ്ടോ? നിനക്ക് വാല്യുവേഷൻ ഉണ്ട്. നീ വല്ലതും പഠിച്ച് അതിനകത്ത് എഴുതിയിട്ടുണ്ടോ? അതിന്റെ മാർക്ക് നിനക്ക് കിട്ടുകയും ചെയ്യും. സെയിം വേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ, റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ നമ്മൾ ദീർഘവീക്ഷണം നടത്തണ്ട. റിസൾട്ട് വരും. പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് വരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് വരും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് വരും. നിങ്ങൾക്ക് ആർക്കും വേണ്ടെങ്കിൽ ഞാൻ ആ ദൂത് ഏറ്റെടുക്കുക യേശുവിൻ്റെ നാമത്തിൽ. സ്പിരിറ്റ് ഓറിയന്റഡ് ആയിട്ട് മിനിസ്റ്റർ ചെയ്യുക. ഈ ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം എനിക്ക് തന്നിരിക്കുന്നത് എന്ന് പൗലോസ് തിമോത്തിയോസിനോട് പറയാൻ കാരണം, നിന്റെ പ്രായം വെച്ചിട്ട് സഭയിൽ ചില മൂത്തതുങ്ങൾ എഴുന്നേറ്റ് നിന്നെ പേടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇവനൊക്കെ ഇപ്പൊ പൊട്ടിമുളച്ചതല്ലേ ഉള്ളൂ എന്നുള്ള ആക്ഷേപമൊക്കെ ഹല്ലേലൂയ പലരും കേൾക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ പൊട്ടിമുളച്ചതല്ലേ ഉള്ളൂ, ഇതിന് മുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ കുഞ്ഞെ, അവരുടെ കൺമുന്നിൽ നീ പൊട്ടിമുളച്ചത് ഇപ്പോഴായിരിക്കും, പക്ഷെ തമ്പുരാന്റെ മുമ്പിൽ നീ പൊട്ടിമുളച്ചത് യിരെമ്യാ പ്രവാചനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പാ. കർത്താവിന്റെ ദാസനെ, സഭയ്ക്കകത്തൊരു വിഷയം ഉണ്ടെങ്കിൽ, സഭയ്ക്കകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അതിനകത്തുള്ള മെമ്പേഴ്സ് സഹകരിക്കുന്നില്ലെങ്കിൽ, സഭ സ്ഥാപിച്ചത് അവരല്ല, സഭ സ്ഥാപിച്ചത് നിങ്ങളും അല്ല, സഭ സ്ഥാപിച്ചത് പരിശുദ്ധാത്മാവാ. ഞാൻ ഈ പ്ലാറ്റ്ഫോമിനെ നോക്കിയും പറയുന്നു, ഈ പ്ലാറ്റ്ഫോം ഇട്ടത് ഒരു ദീപുവല്ല, ഈ പ്ലാറ്റ്ഫോം ഇട്ടത് കണ്ടോണ്ടിരിക്കുന്ന ആരുമല്ല, ഈ പ്ലാറ്റ്ഫോമിന് അടിസ്ഥാനമിട്ടത് പരിശുദ്ധയാത്മാവാണ്. അതുകൊണ്ട് എനിക്ക് ഈ പ്ലാറ്റ്ഫോമിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഭയമില്ല. എന്ന് പരിശുദ്ധാത്മാവിന് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്ഥാനം മാറുന്നു, അന്ന് ഞാൻ ഭയപ്പെടും. കാരണം ഭീരുത്വത്തിന്റെ ആത്മാവ് വർക്ക് ചെയ്തു തുടങ്ങും.
നിങ്ങൾ ഫാമിലി ആരംഭിച്ചത് ദൈവത്തോട് ആലോചന ചോദിച്ചും പ്രാർത്ഥിച്ചുമാണെങ്കിൽ ഭീരുത്വത്തിന്റെ ആത്മാവിനെ ശാസിക്കുക. കാരണം ആ ആത്മാവുമായിട്ട്, ഏതാത്മാവാ? എനിക്ക് തന്ന ആത്മാവുമായിട്ടാണ് എനിക്ക് ബന്ധമുള്ളത്. എനിക്കതുമായിട്ട് കാര്യം മതി. ഈ 16 ആത്മാവിനെ വിളിച്ച് ഞാൻ എന്തിനാ ആവാഹിച്ചു വെക്കുന്ന എൻ്റെ ബോഡിയിൽ? ഒറ്റ ആത്മാവല്ലേ ഉള്ളൂ, ദൈവത്തിന്റെ ആത്മാവ്. അതാ തിമോഥെയോസിനോട് പറഞ്ഞത്, നീ ആ ശിക്ഷണത്തിന് വേണം വിധേയനാകാൻ. നിങ്ങൾക്ക് സ്ഥിരതയുള്ള ഒരു പുരോഗതിയിലേക്കാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അനുദിനം പരിശുദ്ധാത്മാവിന് നിങ്ങളെ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ആമേൻ. അനുദിനം പരിശുദ്ധാത്മാവിനെ പണിയാൻ ഏൽപ്പിച്ചു കൊടുക്കണം. മത്തായി എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നെക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. നിങ്ങൾ ഈ വാക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. യോഹന്നാന്റെ സാക്ഷ്യമാണ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായിട്ട് വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ അവന്റെ നാമം ചുമപ്പാനല്ല, അവന്റെ വസ്ത്രം ചുമപ്പാനല്ല, അവന്റെ പണസഞ്ചി ചുമപ്പാനല്ല, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാന്റെ സാക്ഷ്യമാണ്. ആ ആത്മാവിനെ ഇന്ന് ഞാൻ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ ചെരുപ്പ് ചുമക്കാൻ യോഹന്നാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞത് ചുമ്മാ അങ്ങോട്ടൊരു സുഖവാക്കിട്ടതല്ല, ചുമ്മാ ഒരു പ്രകസനത്തിനെടുത്തിട്ടൊരു വാക്കല്ല. എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് യേശു എന്നും യേശു വഹിക്കുന്ന ആ സ്പിരിറ്റിന്റെ പവർ എത്രയാണെന്നും യേശു ഏത് ലോകത്തിന്റെ വക്താവാണെന്നും വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു മനുഷ്യന്റെ സാക്ഷ്യമാണത്. ഒത്തിരി പഠിക്കാനുണ്ട് അതിനകത്ത്, ഒത്തിരി പഠിക്കാനുണ്ട്. എടാ, ഒരു ചെരുപ്പ് ചുമപ്പാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവന്റെ ആത്മാവ് ചുമപ്പാൻ ദൈവം പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തു. തീർന്നില്ല. അവന്റെ ആത്മാവിൽ ശുശ്രൂഷിപ്പാൻ ഒരു തിമോത്തിയോസിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ ആത്മാവിനെ കുറിച്ച് പൗലോസ് കത്തിച്ചു കൊടുത്തത് എന്താ? മിനിസ്ട്രിയിൽ നിനക്കൊരു പുരോഗതി ഉണ്ടായാൽ, നീ സാമ്പത്തികമായി ബ്ലെസ്സഡ് ആയാൽ, നീ ഗിഫ്റ്റിൽ നീ ശോഭിച്ചാൽ, നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ അകത്തൊരാത്മാവിരിപ്പുണ്ട്. നിന്റെ അകത്തൊരാത്മാവിരിപ്പുണ്ട്. നിങ്ങളോട് നിങ്ങളുടെ ആത്മാവ് സംസാരിക്കാറുണ്ടോ? എന്തെങ്കിലും വേണ്ടാത്ത പരിപാടിക്ക് നമ്മൾ ചെന്ന് കൈ കൊടുക്കുമ്പോൾ അതിപ്പോൾ ചെയ്യണ്ട, നോ, അതെൻ്റെ ഹിതമല്ല, അതെനിക്കിഷ്ടമല്ല, ഞാൻ അസ്വസ്ഥപ്പെടുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സംസാരിക്കാറുണ്ടോ ഒരു സ്പിരിറ്റ്? അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ ആത്മാവെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതിനകത്തിരിക്കുന്ന ആളെ പിണക്കിച്ചുകൊണ്ട് ഒരു സ്ഥിരതയും നമുക്ക് ആർക്കും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോ എൻ്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അർത്ഥം എന്താണ്? യോഹന്നാന്റെ സ്നാനത്തിനകത്ത് മാത്രം ഒരു വ്യക്തിക്ക് സ്ഥിരതയോടെ നിൽക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി ഇന്നത്തെ കാലഘട്ടത്തിൽ പറ്റത്തേയില്ല. അപ്പൊ യോഹന്നാൻ പറയാണ്, ഞാൻ ഇപ്പം നിങ്ങളെ മാനസാന്തരത്തിന്റെ സ്നാനമാണ് ഞാൻ കഴിപ്പിക്കുന്നത്, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവന്റെ മറ്റൊരു സ്നാനമുണ്ട്, അത് പരിശുദ്ധാത്മാവിലും തീയിലുമുള്ള സ്നാനമാണ്. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ആത്മീയ മേഖലയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവും തീയും വളരെ നന്നായിട്ട് അറിയാൻ സാധ്യതയുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പലരും മറന്നുപോയിരിക്കുന്നു. കാരണം തീയുടെ പ്രസംഗങ്ങളും പരിശുദ്ധാത്മാവിന്റെ പ്രസംഗങ്ങളും കണക്കിലധികമായപ്പോൾ ഇതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു.
എങ്ങോട്ട് തിരിഞ്ഞാലും പരിശുദ്ധാത്മാവ്, അങ്ങോട്ട് തിരിഞ്ഞാലും പരിശുദ്ധാത്മാവ്, മുമ്പോട്ട് പോയാലും പരിശുദ്ധാത്മാവ്, ഫോൺ തുറന്നാലും പരിശുദ്ധാത്മാവ്, തീ. ഇതിനെക്കുറിച്ച് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരൂപകന്മാർ പല കാര്യങ്ങൾ, നിരൂപണങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ ആത്മീയ ലോകത്തിൽ അല്പമായും അധികമായും വിശ്വാസം സൂക്ഷിക്കുന്ന ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവ് എന്നത് ഒരു പരിഹാസ വിഷയമായി തീർന്നിരിക്കുന്നോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പക്ഷെ നിറഞ്ഞ സാന്നിധ്യത്തോടും തികഞ്ഞ ഭക്തിയോടും തികഞ്ഞ ദൈവാശ്രയത്വത്തോടും കൂടെ ഞാൻ താങ്കളോട് പറയുന്നു, യേശു ചെയ്യാൻ വന്ന ശുശ്രൂഷയുടെ അതേ മഹത്വമുണ്ട് ഈ പറയുന്ന പരിശുദ്ധാത്മാവിനും തീയ്ക്കും. തിമോത്തിയോസിനോട് പൗലോസിന് പറയാനുള്ളതും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ദൈവവചനത്തിന് നമ്മളോട് പറയാനുള്ളതും ഒരേ സന്ദേശമാണ്. സ്ഥിരതയുള്ള വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദൈവമക്കളാണ്, ദൈവ പൈതലാണ് നിങ്ങളെങ്കിൽ, നമ്മളെങ്കിൽ അനുദിനം ഈ തീയിൽ കത്തിക്കൊണ്ടേയിരുന്നേ പറ്റൂ. 5 ദിവസം കത്തി അണയുന്ന ഒരു വിളക്കാകാനുമല്ല, 6 ദിവസം അണഞ്ഞിരുന്നിട്ട് 7ാമത്തെ ദിവസമായ ഞായറാഴ്ച കത്താനുള്ള വിളക്കായിട്ടുമല്ല, അനുദിനവും കത്തിക്കൊണ്ടിരിക്കാനുള്ള വിളക്കുകളായി പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും പറക്കീഴിൽ നിന്ന് വലിച്ചെടുത്തിരിക്കുന്നു. അനുദിനം കത്തിക്കൊണ്ടിരിക്കുക. അതാണ് യോഹന്നാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളിൽ സ്നാനമേറ്റവർ എന്നെ കാണുന്നുണ്ട്. അഭിഷേകം പ്രാപിക്കാത്ത ദൈവമക്കൾ എന്നെ കാണുന്നുണ്ട്. എനിക്കറിയാം. നിങ്ങൾക്ക് അഭിഷേകത്തിന് കൊതിയില്ലഞ്ഞിട്ടൊന്നുമല്ല, നിങ്ങളിപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിതൊരു ദീപ പാസ്റ്ററുടെ വാക്കായിട്ടോ പ്രസംഗമായിട്ടോ ഒന്നും കാണണ്ട. വചനത്തിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രം വിശ്വസിച്ചാൽ മതി. യോഹന്നാൻ യേശുവിനെ കുറിച്ച് താൻ സ്നാനമേൽപ്പിച്ച ജനത്തോട് സാക്ഷ്യം പറഞ്ഞു. യേശു വരുന്നത് പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കാനാണ്. ഇങ്ങനൊരു വചനം മത്തായി എഴുതിയ സുവിശേഷം 3:11 ഉണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി, എൻ്റെ വാക്കായിട്ട് വിശ്വസിക്കേണ്ട. നിങ്ങൾ ദാഹിക്കുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി സമർപ്പിതരാണെങ്കിൽ, സ്നാനമേറ്റ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് തീ പോലെ കത്തിയിരിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ തീ നിന്റെ മേൽ കത്തിയിരിക്കും. പരിശുദ്ധാത്മാവിന്റെ തീ കത്തുന്നത് ഞാൻ ചൂടോടെ നടക്കാൻ വേണ്ടിയിട്ടല്ല. ആ തീ പണിയുന്നതും തിളക്കമുള്ളതാക്കുന്നതും എന്നെയും, ആ തീ കത്തിക്കുന്നത് എനിക്കെതിരെ നിൽക്കുന്ന ശക്തികളെയുമാണ്. ലക്ഷ്യബോധത്തോടൊരു വ്യക്തിക്ക് പോകണമെങ്കിൽ, ലക്ഷ്യബോധത്തോടൊരു വ്യക്തിക്ക് വളരണമെങ്കിൽ, നിലനിൽക്കുന്ന സ്ഥിരതയുള്ള ഒരാത്മീയ പുരോഗതി ഒരു വ്യക്തിക്ക് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ഈ തീയും പരിശുദ്ധാത്മാവും ഉണ്ടായാലേ പറ്റൂ. In the name of Jesus. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഈ തീയും പരിശുദ്ധാത്മാവും ഉണ്ടെങ്കിലേ പറ്റൂ. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും പരിശുദ്ധാത്മാവിന് തീ ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കതൊരു വിഷയമേ അല്ല. ഹല്ലേലൂയ. തീ ഉണ്ടോ എന്ന് ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. പരിശുദ്ധാത്മാവിന് തീ ഉണ്ടോ? ആ തീ എൻ്റെ ശരീരത്തിൽ വരുമ്പോൾ പൊള്ളുവോ? അതോ എന്നെ അടിമപ്പെടുത്തി വെച്ചിരുന്ന സാധനങ്ങൾക്കാണോ പൊള്ളുന്നേ? ഇതൊക്കെ ഞാൻ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാ. അന്നേരം എന്തൊക്കെ ചേഷ്ടകൾ ഒരു മനുഷ്യ ശരീരത്തിൽ വരുമെന്നും അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാ. അതുകൊണ്ട് തീയില്ല എന്ന് എന്നോട് തർക്കിക്കാൻ ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. 2, ഞാൻ കൈവച്ച ഒരു വ്യക്തിയും ഇതേ വാക്ക് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൊള്ളുന്നേ. ഞാൻ ആരുടെ തലയിൽ തീയൊന്നും കൊണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചു കൊടുത്ത എണ്ണ മേത്തിട്ടപ്പോ എനിക്ക് പൊള്ളുന്നേ. സംശയമുള്ളവൻ ഭൂതക്കണ്ണാടിയും വെച്ച് വന്ന് നോക്കും, പൊള്ളുന്നോ? തീയില്ലല്ലോ, എണ്ണയല്ലേ. നോക്കും. നിരൂപകന്മാർ പലതും നിരൂപിക്കും, പക്ഷെ ആത്മാവുള്ളവനെ ഇതൊക്കെ മനസ്സിലാകൂ. തീയോ? ദൈവത്തിന് തീ കച്ചവടമാണോ? ഹല്ലേലൂയ. അവിശ്വാസത്തിന്റെ ആത്മാവിനെ ശാസിക്കുക.
mighty name of Jesus. ഞാനധികം പോകുന്നില്ല, എൻ്റെ സമയം കഴിഞ്ഞു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. വെള്ളത്തിൽ നിങ്ങൾ സ്നാനമേറ്റാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞു. പ്ലസ് നിങ്ങൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം, തീ വേണം, തീ വേണം, തീ വേണം. എസ്പെഷ്യലി ടങ്സിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഫയറിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഏറെക്കുറെയൊക്കെ മനസ്സിലാവുമായിരിക്കും. ഈ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ നാവിൽ വരാൻ സാധ്യതയുള്ളൊരു വാക്കാണ് ഫയർ. ഹല്ലേലൂയ. ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ ഇനി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ വരും, ബോധ്യപ്പെട്ടോളൂ. ഫയർ. തീ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. തീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജ്വലിക്കാനും നമ്മെ തിളക്കമുള്ളവരാക്കാനും നമ്മെ ഇരുട്ട് ബാധിക്കാത്തവരാക്കാനും നമ്മെ ഇരുട്ടിനകത്ത് തളയ്ക്കാൻ വരുന്ന അശുദ്ധാത്മാക്കളെ കത്തിച്ചു പുറത്താക്കാനും കഴിയത്തുള്ളൂ. എബ്രായർക്ക് എഴുതിയ എബ്രായർക്ക് എഴുതിയ ലേഖനോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് 10 മണിക്ക് ടങ്സ് പ്രെയർ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് സ്റ്റോപ്പ് ചെയ്യാം. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വന്നേ നിങ്ങൾ. ഹല്ലേലൂയ. എബ്രായർക്ക് എഴുതിയ ലേഖനം 6:1 മുതൽ 3 വരെ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. എബ്രായ ലേഖകൻ പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിങ്ങൾ പിന്നെയും ഒരടിസ്ഥാനത്തിന്റെ മേൽ വീണ്ടും വേറൊരടിസ്ഥാനം ഇടാതെ നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യ ശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം അത് ഓൾറെഡി ഉള്ളതാ. നിങ്ങളെ പണിതെടുത്ത ഘടകങ്ങളിൽ ഒന്നാണത്. ഇനിയും നിങ്ങൾ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചിന്തിക്കാനും കയറാനും ആരായാനും നിങ്ങൾ തയ്യാറാകുക. ഹല്ലേലൂയ. ജ്ഞാനിയോടുകൂടെ നടക്കുന്നവൻ ജ്ഞാനി, അങ്ങനെയല്ലേ സദൃശവാക്യം പഠിപ്പിക്കുന്നത്. വീണ്ടും ഇന്നും ഇതേ കാര്യം പറഞ്ഞ് ദൈവമക്കളെ ഭയത്തിന്റെ സുവിശേഷത്തിനകത്ത് തളച്ചിടുന്ന അനുഭവം ഉണ്ടെന്നുള്ളത് ഞാൻ പറയുകയാണ്. ഇപ്പോഴും ന്യായവിധിയെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും സ്നാനമേറ്റില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി എന്നോട് പല വ്യക്തികളും വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്നാനമേറ്റ വേറൊന്നും കൊണ്ടല്ല, ഭയപ്പെട്ട് സ്നാനമേറ്റതാ. സ്നാനമേറ്റില്ലെങ്കിൽ ദൈവം കീറിക്കളയുമെന്നാണ്. നോക്കൂ, ദൈവത്തിന്റെ സുവിശേഷം ഒരിക്കലും ഭയപ്പെടുത്തി ഒരു വ്യക്തിയെ ക്രിസ്തുവിൽ വിശ്വസിപ്പിക്കുന്ന സുവിശേഷമല്ല. എന്നെ അങ്ങനത്തെ വചനമല്ല ദൈവം പഠിപ്പിച്ചേക്കുന്നത്. എന്നെ ഭയപ്പെടുത്താൻ ശ്രമിച്ച ഒത്തിരി പേരുണ്ട്. അവരിൽ നിന്നെല്ലാം ഞാൻ അകന്നകന്ന് മാറി. അല്ല, എന്നെ അകറ്റിക്കളഞ്ഞ ദൈവം. ഭയപ്പെടുത്തുന്ന സുവിശേഷം നോ, ദൈവത്തിന്റെ സുവിശേഷം ആരെയും ഭയപ്പെടുത്തുന്ന സുവിശേഷമല്ല. ദൈവത്തിന്റെ വചനം ആരെയും ഭീതിപ്പെടുത്തുന്ന സുവിശേഷമല്ല. ദൈവത്തിന്റെ സുവിശേഷം നരകത്തെ കാണിച്ച് പേടിപ്പിക്കുന്ന സുവിശേഷമല്ല. നരകം യാഥാർത്ഥ്യം, സ്വർഗം യാഥാർത്ഥ്യം, നിത്യജീവൻ യാഥാർത്ഥ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യാഥാർത്ഥ്യം, സ്നാനം യാഥാർത്ഥ്യം, ക്രിസ്തു യാഥാർത്ഥ്യം, ക്രിസ്തു വിട്ട സകല അടിസ്ഥാനവും യാഥാർത്ഥ്യം, സഭ യാഥാർത്ഥ്യം, സഭയുടെ അവയവങ്ങൾ യാഥാർത്ഥ്യം. ഇതിലൊന്നിലും തർക്കമില്ല. മരണമുണ്ട്, മരിച്ചവർക്ക് വീണ്ടും ഒരു ജനനമുണ്ട്,
ഒരു നിത്യ യുഗങ്ങളിൽ നാം വാഴുന്ന ഒരു അനുഭവമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു വന്നു, അവൻ ജീവിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, വീണ്ടും ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് വീണ്ടും കയറിപ്പോയി. അവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഭവനമൊരുക്കാൻ കയറിപ്പോയി. എൻ്റെ ബൈബിൾ അത് പഠിപ്പിക്കുന്നു. ഇതിലൊന്നിലും എനിക്ക് തർക്കമില്ല. പക്ഷേ എൻ്റെ കർത്താവ് ആരെയും കണ്ണുരുട്ടി പേടിപ്പിച്ചില്ല. സ്നാനമേറ്റില്ലെങ്കിൽ വണ്ടിക്കടിയിൽ പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ല. നിന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചില്ല. അവൻ സ്നേഹം കൊണ്ട് ജനത്തെ കീഴടക്കി. സ്നേഹം കൊണ്ട് ജനത്തെ കീഴടക്കി. സ്നേഹത്തിന്റെ സുവിശേഷം കൊടുത്തു. തന്റെ മുമ്പിൽ വന്നവരെ അവൻ കണ്ടു, മനസ്സലിഞ്ഞു എന്ന് എഴുതി വെച്ചേക്കുന്നത്. പ്രാർത്ഥിച്ച് തളർന്നിറങ്ങി വന്നപ്പോഴും അവൻ ബഹുപുരുഷാരത്തെ കണ്ടു, മനസ്സലിഞ്ഞു. സ്നേഹത്തിന്റെ ശുശ്രൂഷ, കണ്ണുരുട്ടലിന്റെ ശുശ്രൂഷയല്ല, ഹെഡ് വെയ്റ്റിന്റെ ശുശ്രൂഷയല്ല, ആളെ കാണാൻ പാടില്ലാത്ത ശുശ്രൂഷയല്ല, സ്നേഹത്തിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. അതാ എന്റെ മിനിസ്റ്റർ ചെയ്തത്, അതാ എന്റെ യേശു ചെയ്തത്, അതാ. ആ ശുശ്രൂഷയുടെ പകർച്ചക്കാരനാ ഞാനെന്ന് പറയാൻ ധൈര്യമുള്ളവർ മാത്രം കൈ ഉയർത്തിയാൽ മതി. ആ ശുശ്രൂഷയുടെ പകർച്ചക്കാരനാ ഞാനെന്ന്, എനിക്ക് ആ ശുശ്രൂഷയുടെ പകർച്ച മതി. ആ ശുശ്രൂഷ നിന്നിലുണ്ടെങ്കിൽ നീ ജനത്തെ സ്നേഹിക്കും. ജനത്തിലെ ഭൂതം നിന്നെ ഭയപ്പെടും. നീ കണ്ണുരുട്ടുമ്പം ആരുടെ ഭൂതം ഇളകത്തില്ല. നീ ജനത്തെ സ്നേഹിക്കും. ജനത്തിലെ ഭൂതം നിന്നെ കണ്ട് ഭയപ്പെടും. കാരണം നീ ധരിച്ചിരിക്കുന്നത് അത്ര വിശിഷ്ടമായ മേൽത്തരമായ മേലങ്കിയാണ്. സ്ഥിരതയുള്ളതിലേക്ക് നോക്ക്, സ്ഥിരതയുള്ളതിലേക്ക് നോക്ക്, സ്ഥിരതയുള്ളതിലേക്ക് നോക്ക്. എൻ്റെ യേശു അബ്ബായിലേക്ക് നോക്ക്, ദൈവവചനത്തിലേക്ക് നോക്ക്. സോ നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിക്കാൻ, ക്രിസ്തുവിലുള്ള ആദ്യ വചനമാണ് നമ്മൾ ഈ മേളിൽ പറഞ്ഞ കാര്യങ്ങളല്ല. പിന്നെയും നമ്മൾ അതിനകത്ത് കിടന്ന് എട്ടടിച്ചുകൊണ്ടിരിക്കരുത്. അവിടുന്ന് നമുക്കൊരു വളർച്ച വേണം. പരിജ്ഞാന പൂർത്തി പ്രാപിക്കാനുള്ളൊരു ദാഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്ന് ലേഖകൻ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഈ കാര്യം മാത്രം തിരിച്ചറിയുക. ഞാൻ ഇവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, എൻ്റെ സമയം കഴിഞ്ഞു. ദൈവം നമ്മളെ വിളിച്ചത് സ്ഥിരതയോടെ നിന്ന് സ്ഥിരമായ ബ്ലെസ്സിങ് അനുഭവിക്കാനാണ്. ഒരു തർക്കവുമില്ല. ബ്ലെസ്സിങ് അനുഭവിക്കാൻ തന്നെയാണ് വിളിച്ചത്, കഷ്ടത അനുഭവിക്കാൻ വിളിച്ചതല്ല. ഈ ബ്ലെസ്സിങ്ങിനകത്ത് ഈ കഷ്ടതയുണ്ട്, അത് ഞാൻ ഒരിക്കലും മറക്കുന്നില്ല. ഈ ബ്ലെസ്സിങ്ങിനകത്ത് കഷ്ടതയുണ്ട്, പക്ഷെ അതിനെ തരണം ചെയ്യാനുള്ള കൃപ മതിയാവോളം ഉണ്ട്. ഹല്ലേലൂയ. കഷ്ടതയുടെ സുവിശേഷമല്ല ദൈവത്തിൻ്റെ സുവിശേഷം. ദൈവമക്കളാണെങ്കിൽ കഷ്ടതയുണ്ട്. ആ കഷ്ടതയെ ജയിക്കാനുള്ള മതിയായ ധാരാളമായ കൃപയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് എല്ലാ കാര്യത്തിലും ശ്രേഷ്ഠതയോടെ നിന്ന് അദ്ദേഹം വേല ചെയ്തു. അവസാനം പറഞ്ഞു, ഈ ശൂലം മാറിപ്പോകാനുള്ള ഒരു റിക്വസ്റ്റ് ദൈവത്തോട് ചോദിച്ചു. 3 പ്രാവശ്യം. 3-ാം പ്രാവശ്യം യേശു പറഞ്ഞു, "ടാ, എൻ്റെ കൃപ നിനക്ക് മതി, അത് നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാ." അവിടെയും ഒരു ഓപ്പറേറ്റിംഗ് അനോയിൻറ്റിങ് യേശു പൗലോസിൻ്റെ മേൽ പകർന്നിരുന്നു. ബലഹീനതയിൽ നമ്മളെല്ലാവരും ഡൗൺ ആയിപ്പോവും, ഇല്ലേ? പെട്ടെന്ന് നമുക്കൊരു ഗ്ലൂക്കോസ് വാട്ടർ കിട്ടുന്നത് പോലെയോ ഒരു എനർജി ഡ്രിങ്ക് കിട്ടുന്ന പോലെയാണ് യേശു പറയുന്നത്, എടാ, ബലഹീനതയിൽ ഓട്ടോമാറ്റിക് കറണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ UPS വർക്കാവുന്ന പോലെ, അല്ലെങ്കിൽ ഇൻവേർട്ടർ വർക്കാവുന്നത് പോലെ ഡൗൺ ആവുന്ന സമയത്ത് സഡൻലി ഒരു ബാക്കപ്പ് നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് നമ്മുടെ ഉള്ളിലുണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് അനോയിൻറ്റിങ്. അതിനെയാണ് ഗ്രേസ് എന്ന് പറയുന്നത്, കൃപ. ആ കൃപ നിനക്ക് മതി. ദാറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. എനിക്കിത് നിങ്ങളോട് അതാ പറയാനുള്ളത്. ഒത്തിരി ബലഹീനതകൾ എന്നെ കേൾക്കുന്നവർക്കുണ്ടാകും. നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും ഉണ്ടാവും, ഒത്തിരി ബലഹീനതകൾ ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നമ്മെ പ്രാപ്തരാക്കി തികച്ചു നിർത്താനുള്ളൊരു ദൈവത്തിൻ്റെ കൃപ കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെ സ്ഥിരതയോടെ നിൽക്കാനാ കർത്താവ് വിളിച്ചേ, ബ്ലസ് ചെയ്യാനാ വിളിച്ചേ.
ശപിക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. ശാപഗ്രസ്തയാകാൻ ദൈവം വിളിച്ചിട്ടില്ല. ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചേ. ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങളുടെ ഈ യാത്രയിൽ, ഈ ജയകരമായ ഈ ക്രിസ്തീയ യാത്രയിൽ നിങ്ങളെ ഭയപ്പെടുത്താനും മടുപ്പിക്കാനും ഇട്ടേച്ചു പോവാനും വ്യസനിപ്പിക്കാനും കുത്തിമുറിവേൽപ്പിക്കാനും തിരസ്കരിക്കാനും ദണ്ഡനമേൽപ്പിക്കാനും കുറേ പേര് എഴുന്നേൽക്കുമായിരിക്കും. പക്ഷെ അപ്പോഴും തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, മോനെ, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ബലഹീനതയുടെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല, സങ്കടത്തിൻ്റെ ആത്മാവിനെ അല്ല, സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നിൻ്റെ മേൽ ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ മേൽ ആ ആത്മാവാണ് വസിക്കുന്നതെന്നുള്ളവർ മാത്രം ഈ സമയം കരങ്ങൾ ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെയുള്ളവർ മാത്രം പ്രാർത്ഥിച്ചു തുടങ്ങും. അങ്ങനെ ഒരു ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്ന് ഉറപ്പുള്ളവർ പ്രാർത്ഥിച്ചു തുടങ്ങും. ഷായിഗ ബർഹൗസിയ അൽ ബഹസി, എൻ്റെ മേൽ അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ആ ആത്മാവ് എന്നെ തൊട്ടേ പറ്റൂ എന്ന് പറഞ്ഞേ. ആ ആത്മാവിൻ്റെ ഒരു ശക്തി എൻ്റെ ശരീരത്തിൽ തിരിച്ചറിയിച്ച് തന്നേ പറ്റൂ ഡാഡി പറഞ്ഞ് നമ്മൾ ആവശ്യപ്പെടുക, കർത്താവരോട് ആവശ്യപ്പെടുക. അങ്ങനൊരു ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് എങ്കിൽ ആ ആത്മാവ് എൻ്റെ ശരീരത്തെ ഒന്ന് തൊട്ടേ പറ്റൂ. അത് പുറത്തുനിന്നൊന്നും വന്നു കയറുന്ന ആത്മാവല്ല, അത് നിന്റെ ആത്മാവിൽ തന്നെ ഇരിക്കുന്നതാകുന്നേ. നിന്റെ ആത്മാവിൽ, നിന്റെ മനുഷ്യാത്മാവിൽ വന്ന് വാസം ചെയ്യുന്ന എന്റെ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുന്നു എന്ന്, ആ ആത്മാവെ എന്റെ ശരീരത്തെ സ്പർശിക്കണമേ എന്ന് ഈ സമയം യോഹന്നാൻ പറഞ്ഞതുപോലെ മാനസാന്തരത്തിന്റെ സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തിയതുപോലെ പരിശുദ്ധാത്മാവിനാലും തീയാലുമുള്ള ഒരു സ്നാനം സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അതിനു വേണ്ടുന്ന തീരുമാനം ദൈവസന്നിധിയിൽ എടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ആരുടെ കൈക്കീഴിൽ നിങ്ങൾക്ക് സ്നാനമേൽക്കണമെന്ന് ദൈവാത്മാവ് കാണിച്ചു തരുന്നുവോ ആ വ്യക്തിയുമായി നിങ്ങൾ ബന്ധപ്പെടുക. നിങ്ങൾ അവിടെ കടന്നു ചെല്ലുക. നിങ്ങളൊരു സഭയുമായി ബന്ധപ്പെട്ട് ഉടനെ നിങ്ങൾ മാനസാന്തരത്തിന്റെ സ്നാനവും പരിശുദ്ധാത്മാവിന്റെ സ്നാനവും തീയുടെ സ്നാനവും നിങ്ങൾ സ്വീകരിക്കുക. ലെറ്റ് മീ ക്ലിയർ. കർത്താവായ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിലെ രക്ഷകനും കർത്താവും നാഥനും സർവസ്വവുമായി സ്വീകരിക്കുന്ന സ്നാനമാണ് ജലത്തിലെ സ്നാനം. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോട് നിങ്ങൾ ഏകീഭവിക്കുന്ന സ്നാനമാണ് ജലത്തിൽ മുങ്ങിപ്പൊങ്ങിയുള്ള സ്നാനം. ശേഷമാണ് പരിശുദ്ധാത്മാവിനാലും തീയാലുമുള്ള സ്നാനം ദൈവം നിങ്ങളുടെ മേൽ പകരുന്നത്. അതാരും ഒരു പാസ്റ്ററും നിങ്ങളുടെ മേൽ പകരുന്നതല്ല. പാസ്റ്ററിന് നിങ്ങളെ പ്രാർത്ഥിച്ച് വെള്ളത്തിൽ മുക്കിപ്പൊക്കി പുതിയ ഒരു വ്യക്തിയാക്കി തീർക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. രണ്ടാമത് യോഹന്നാൻ പറഞ്ഞ തീയിലെയും പരിശുദ്ധാത്മാവിലെയും സ്നാനം സാക്ഷാലാകുന്ന ദൈവം കൊതിക്കുന്ന ദൈവമക്കളിലേക്ക് പകരുന്ന സ്നാനമാകുന്നു. അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യന് നിലനിൽക്കുവാൻ ഏറ്റവും 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 അത്യാവശ്യം. ഒരു ശുശ്രൂഷകനായാലും ഒരു സാധാരണ വ്യക്തിയായാലും അവനെ നിലനിൽക്കണമെങ്കിൽ ഈ സ്നാനം കൂടിയേ മതിയാകുകയുള്ളൂ. സോ നിങ്ങൾ ഇതുവരെ സ്നാനമേറ്റിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും ദൈവവചനം അത് പറയുന്നു. മാത്രമല്ല നമ്മുടെ രക്ഷകനും നാഥനും കർത്താവും മായ യേശു ക്രിസ്തു നമുക്ക് ആ മാതൃക കാണിച്ചു തന്നു.
താൻ യോഹന്നാൻ്റെ കൈ കീഴിൽ സ്നാനമേറ്റു. താൻ കരയിൽ കയറി തന്നൊരു ഇടത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ആത്മാവ് പ്രാവെന്ന രൂപേണ തൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സമയം അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ കമോൺ, ദൈവസന്നിധിയിലേറ്റു പറയുക, കർത്താവേ, എനിക്കതിനാഗ്രഹമുണ്ട്, എനിക്കതിനുള്ളൊരു വഴി തുറന്ന് കാണിക്കണമേ എന്ന് പറയുക. എനിക്കതിനുള്ളൊരു വഴി തുറന്നു തരണമേ എന്ന് പറയുക. സ്നാനം ഒരു സഭയോട് ചേരാനുള്ളതല്ല, സ്നാനം നമ്മുടെ കർത്താവിനോട് ചേരുവാനുള്ളതാകുന്നു. നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ സ്വർഗത്തിലൊരു പുസ്തകമുണ്ട്, ജീവപുസ്തകം. ആ ജീവപുസ്തകത്തിനകത്ത് നിങ്ങളുടെ പേർ എഴുതപ്പെടുകയാണ്. ജീവപുസ്തകത്തിനകത്ത് നിങ്ങളുടെ പേർ എഴുതപ്പെടുകയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞാലും, അവരുടെ ഓർമ്മയിൽ നിന്ന് വെട്ടിക്കളഞ്ഞാലും, റേഷൻ കാർഡിൽ നിന്ന് പേര് വ്യക്തി മാറ്റിക്കളഞ്ഞാലും ആ പുസ്തകത്തിനകത്തുനിന്ന് അതിനുശേഷം നിന്റെ പേർ മാഞ്ഞു പോകത്തില്ല മോളെ, മാഞ്ഞു പോകത്തില്ല മോനെ. ഹല്ലേലൂയ. അവണ്ണം ഉറപ്പ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും തരുന്നു. അവണ്ണം ഉറപ്പ് ദൈവത്തിൻ്റെ വചനം നമുക്ക് ഓരോരുത്തർക്കും തരുന്നു. പ്രാർത്ഥിക്കുക. പിതാവേ, ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സമയം ഞങ്ങളെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൂടി വന്ന ഓരോ ജനവും സ്ഥിരതയുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുവല്ലോ. അവരെ ആ വളർച്ചയിലേക്ക് കർത്താവ് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് മനസ്സ് തകർന്നോ അസ്വസ്ഥതയിലോ ഭാരത്തിലോ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള ആ ഒരു ഹീലിംഗ് അവരുടെ മേൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ഡാഡി, ഞാൻ നിറഞ്ഞ മനസ്സോടെ ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടുകൂടെ സൂമിലും യൂട്യൂബിലും കാണുന്ന ഓരോ ദൈവമക്കളെയും ഞാൻ കർത്താവിൻ്റെ രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇവരൊരു അനുഗ്രഹപാത്രമായി മാറട്ടെ ഡാഡി, ഇവരൊരു അനുഗ്രഹപാത്രമായി മാറട്ടെ, ഒരു അനുഗ്രഹപാത്രമായി മാറട്ടെ യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.